നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയതായി അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. എന്നാൽ പുതിയ വിലക്ക് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ ബാധിക്കുന്നതല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അനുവദിച്ചിട്ടുള്ള പ്രത്യേക സർവീസുകൾക്കും പുതിയ ഉത്തരവ് ബാധകമാകില്ലെന്നത് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കൂടാതെ എയർ ബബിൾ മാനദണ്ഡം പാലിച്ചുള്ള സർവീസുകളും തുടരുമെന്നതും പ്രവാസികൾക്ക് ഈ നിയന്ത്രണങ്ങളിൽ നിന്ന് അല്പം ആശ്വാസമേകുന്ന കാര്യമാണ്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ പടരുന്നത് പരിഗണിച്ച് നേരത്തെ ജനുവരി 31 വരെയാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ രാജ്യത്ത് കോവിഡ് 3ാം തരംഗം ശക്തമായതോടെയാണ് വിലക്ക് 1 മാസം കൂടി നീട്ടാൻ തീരുമാനിച്ചത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നേരത്തെ ഇന്ത്യ രാജ്യാന്തര സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയപ്പോൾ ഇന്ത്യക്കും സൗദിക്കുമിടയിൽ യാത്രക്കാർ യാത്ര ചെയ്തിരുന്നത് ചാർട്ടേഡ് വിമാനങ്ങളിലായിരുന്നു. നിലവിൽ സൗദി ഒഴികെ മുഴുവൻ GCC രാജ്യങ്ങളുമായും ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയ സാഹചര്യത്തിൽ എയർ ബബിൾ മാനദണ്ഡം പാലിച്ചുള്ള സർവീസുകളും തുടരുമ്പോൾ ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയാണ്. പുതിയ എയർ ബബിൾ കരാർ അനുസരിച്ച് വിമാന കമ്പനികൾക്ക് കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ നടത്താനാകുന്നതാണ്. വിമാന കമ്പനികൾ കോവിഡ് നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കും സർവീസ് നടത്തേണ്ടത്. എയർ ബബിൾ കരാറുമായി ബന്ധപ്പെട്ട് ഡിസംബർ 8 ഇന്ത്യയും സൗദിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇതുപ്രകാരം പരിഷ്കരിച്ച എയർ ബബിൾ നിബന്ധനകൾ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം സൗദി അറേബ്യയിലെ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റിക്ക് സമർപ്പിക്കുകയുണ്ടായി. ഈ നിബന്ധനകൾ സൗദി അറേബ്യയും അംഗീകരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജനുവരി 1 മുതൽ എയർ ബബിൾ കരാർ ആരംഭിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.